ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാഴ്ചത്തോളം വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. എന്തായാലും ഗൈസ്, ഞാൻ ഒരുപാട് ആളുകളുടെ ഇൻസ്റ്റഗ്രാമിൽ ബയോയിൽ പല സംഭവങ്ങളും കാണാറുണ്ട്. പല സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങൾ കാണാറുണ്ട്. പ്രൊഫൈലുള്ള ബയോയിൽ കാണാറുണ്ട്. അപ്പോൾ ചില ആളുകളുടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ആളുകളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഒരു റിങ് ഇട്ടിട്ട് അവരുടെ അക്കൗണ്ട് മെൻഷൻ ചെയ്യും. നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും റിങ് ഇട്ടിട്ട് മെൻഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും. രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ, അതും ഇൻസ്റ്റഗ്രാമിലും ആ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ലൈഫിൽ മാത്രമല്ല, ലൈഫിൽ പിന്നെ കുറച്ച് ഞാൻ റിങ്ങിൻ്റെ കൂടെ ഉള്ള ആ പേര് മാറി അടുത്ത പേര്, ചിലപ്പോൾ വീക്കിലി ആ പേരുകൾ മാറുന്നതും ചില ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലും ആ ഒരു കണക്ഷൻ വേണ്ടിയിട്ടാണ് റിങ്ങും പിന്നെ ആ ഒരു മെൻഷനും. ബയോയിൽ ഇത് മാത്രമല്ല, ബയോയിൽ പല സംഭവങ്ങളും കാണാറുണ്ട്. ഈ റിങ് ഇടുന്നത് മാത്രമല്ല, പല സംഭവങ്ങളും എഴുതിയിട്ട് ഇടുന്നത് കാണാറുണ്ട്. അപ്പം നമുക്കത് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതെന്തായാലും റിങ് ഇട്ടിട്ട് പല ആളുകളുടെയും അക്കൗണ്ട് കണ്ടപ്പം എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് റിങ് ഇട്ടൂടാ. യെസ് ഗൈസ്, ദിസ് ഈസ് മൈ എൻഗേജ്മെൻറ്റ് വീഡിയോ. അതെ ഗൈസ്, ഇതൊരു ഫേക്ക് ആയിരുന്നു. ഇത് ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തതായിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ അക്കൗണ്ടിലേക്കും ഈ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ള ചില മെസ്സേജുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 4-5 ദിവസത്തോളം ഇതുകൊണ്ട് #റുബി ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിച്ച ഒരു പേരാണ് റുബി. ബാക്കി എന്താ പലരും ചോദിക്കുന്നുണ്ട്, എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഉനേസ്കൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കി ആയിരക്കണക്കിന് മെസ്സേജ് വന്നു. എൻ്റെ പൊന്നടാവേ, കുടുങ്ങി. അങ്ങനെ നമ്മൾ ഈ പേരൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഞാൻ റിങ് ഇട്ട് ഞാൻ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബയോലൊന്നും എഴുതി അലമ്പാക്കാറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ഉടായ്പിന് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിങ് ഇട്ട് റുബി ഇട്ടു. നേരെ ഇനി ആ റുബിയുടെ അക്കൗണ്ട് നമുക്ക് എടുത്ത് നോക്കാം. യെസ്, റുബിയുടെ അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്ത് ചെയ്യും ഈ കുട്ടി, എന്ത് ചെയ്യുന്നു ഈ കുട്ടി, എന്നെ പഠിക്കുന്നു എന്ന് പലരും ചോദിച്ചു വരും. പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് തന്നെയാണ്, അതെ, കോഴിക്കോട്ടുകാരി. ഈ ഒരു ഡാൻസ് കളിക്കുന്നത് ചിഹ്നം ഇട്ടെടുത്തു, അതിൻ്റെ ഒരു കുറവ് വേണ്ട. പിന്നെ റിങ് അഷ്കർട്ടക്കി, എൻ്റെ പൊന്നെ. പിന്നെ എന്നെ പഠിക്കുന്നു, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഇട്ട് കൊടുത്തു. പിന്നെ KMCT എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കോളേജാണ്. അവിടെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ KMCTയിലാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും ജെന്യൂനിറ്റിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ KMCTയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് കയറിയിട്ട് അവിടെയുള്ള കുറച്ച് ആളുകളെയും പിന്നെ ആ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഫോളോയിങ്ങിൽ അതൊക്കെ നിറച്ച് ഒരു ജെന്യൂനിറ്റി ആക്കി നമ്മൾ. അങ്ങനെ ഞാൻ എൻ്റെ ബയോയിൽ ആ അക്കൗണ്ട് കൊണ്ടുപോയി റിങ് ഇട്ട് വെച്ചു, പിന്നടിച്ച് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. അവിടെയാണ് ഓരോ ആളുകൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി, എനിക്കും മെസ്സേജ് വരാൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും പല ആളുകൾക്കും ചെറിയൊരു ഡൗട്ട് കുടുങ്ങിയ സമയത്ത്, ഡൗട്ടാണ്, ഇതൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ഡൽഹിക്ക് വേണ്ടി ഒരു ആവശ്യമാണ്. അപ്പോൾ ഡൽഹിക്ക് പോയപ്പോൾ അവിടെ താജ്മഹലിൽ പോയിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു വീഡിയോ റീലിട്ടു. ഞാൻ അങ്ങനെ ആ ഒരു റീലെടുത്തിട്ട് ആ ഒരു അക്കൗണ്ടിൽ, റുബി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ മിസ് യു ഇക്ക എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ട് അത് ഹൈലൈറ്റിലും ആക്കി വെച്ചു. അങ്ങനെ അത് ഞാൻ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് പോയിട്ട് റീമെൻഷൻ ചെയ്തിട്ട് അത് ഞാനും സ്റ്റോറി ഇട്ടു. അപ്പോൾ എല്ലാവരും അത് വിശ്വസിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഇരച്ചരച്ച് കയറാൻ തുടങ്ങി. പലരും മെസ്സേജ് അയക്കാൻ തുടങ്ങി, എന്തുകൊണ്ടായിക്കാ പറയാഞ്ഞ്, പിന്നെ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാഞ്ഞ്, ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ലല്ലോ ബ്രോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലാണ് ഈ റിങ് ഇടുന്നതും ഇൻസ്റ്റഗ്രാമിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലാണ് സംഭവം. പിന്നെ എൻഗേജ്മെൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആളെ പേരിടും. അങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത്. പക്ഷേ ഞാനിതിട്ടപ്പം പലരും പിന്നെയാണ് എൻ്റെ പ്രൊഫൈൽ എടുത്ത് വിസിറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ മെസ്സേജ് സെക്ഷനിൽ പോയി നോക്കിയപ്പോഴാണ് വെറൈറ്റി മെസ്സേജുകൾ കാണാൻ തുടങ്ങിയത്. അപ്പം നമുക്കത് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ആദ്യം നമ്മൾ സ്റ്റോറി, അതുകൊണ്ട് ആ ഒരു റീൽ അവളെടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ, അവളല്ല റുബി, അത് ഞാൻ തന്നെ, ഞാനും പിന്നെ നമ്മളെ ഉനേസ്കൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ റീലെടുത്തിട്ട് സ്റ്റോറി ഇട്ടപ്പം ആ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചിങ്ങ് റീമെൻഷൻ വന്നിട്ട് മിസ് യു വെക്കാന്ന് വന്നായിരുന്നു. അപ്പോൾ ഞാനിത് റീമെൻഷൻ ചെയ്ത് എൻ്റെ ഇട്ടപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അതിലൊരു ചങ്ക് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. എനിക്ക് അതിന് റിപ്ലൈ തന്നു. ഇതെപ്പോന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയുള്ളൊരു ഇമോജി ഇട്ടെടുത്തു. എല്ലാം മോനെ എന്തൊക്കെ എന്താ ഇനി വേറെ കുട്ടി ഉണ്ടാവില്ല, അത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളി. അപ്പോൾ നിക്കാന് നമ്മളൊക്കെ വിളിക്കുമോ മോനെ, ഞാൻ ആന്ന് പറഞ്ഞു. നെക്സ്റ്റ് നേരെ നമ്മളെ റുബീൻ്റെ അക്കൗണ്ടിലോട്ടാണ് വന്നത്. എൻ്റെ റുബിമോൾ എവിടെ പോയി? അങ്ങനെ റുബിമോൾ അക്കൗണ്ടിൽ വന്നിട്ട് യവൻ പിന്നെ തുടങ്ങി, ഹായ്, നമ്മുടെ സേട്ടൻ്റെ പേര് അരുൺ എന്നാണ്. സേട്ടൻ ഹായ്, ഞാൻ ഹായ്. അഷ്കറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നീ KMCTയിലാണോ? യാ.
ഞാൻ ആണോ എന്ന് ചോദിച്ചു. അഷ്കറിൻ്റെ ഫ്രണ്ട് ആണോ കേട്ടോ എന്നുള്ളതിൻ്റെ റിപ്ലൈ ആണോ. അഷ്കറായിട്ട് എന്നാ സെറ്റായേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അതിന് പിന്നെ എവിടെ വീടെന്ന് ചോദിച്ചു അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ കുന്നമംഗലം. അറിയോ? ഞാൻ അതിനും പറഞ്ഞില്ല. അപ്പം ഞാൻ മറ്റേ അഷ്കർ ആയിട്ട് എന്നാ സെറ്റായത് എന്നുള്ളതിൻ്റെ റിപ്ലൈ കൊടുത്തു. 4 month ആയി എന്ന് പറഞ്ഞേ. അപ്പോൾ നിൻ്റെ വീട് എവിടാ? തുടങ്ങി യവൻ തുടങ്ങി. 2 week മുമ്പേ ആണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ ഞാനല്ല കേട്ടോ, റുബി പറഞ്ഞാണ് ഇത് വേറെ ആളാണ് പറയുന്ന സംഭവം. അപ്പോൾ നെക്സ്റ്റ് അവൻ്റെ റിപ്ലൈ 2 week-ആയി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞില്ല, ഓൻ പറയത്തില്ല, അവൻ അങ്ങനെ പറയാ. അപ്പോൾ പറഞ്ഞ ആരോടും പറഞ്ഞിട്ടില്ല. ഓ നിൻ്റെ വീട് എവിടാ? ഈങ്ങാപ്പുഴ. എൻഗേജ്മെൻറ്റ് പിക്കില്ലേ? പുറത്ത് വിട്ടിട്ടില്ല. റുബി പറഞ്ഞു പുറത്ത് വിട്ടിട്ടില്ല. ഓഹോ നിന്റെ പിക്ക് അയക്കുവോ? എടാ എൻ്റെ പെണ്ണുപിള്ളേരുടെ പിക്ക് എന്തിനാണ് നിനക്ക്? എടാ നിനക്ക് ഉള്ള പെൺപിള്ളേരെ പോരടാ. ഇവനൊരു കാട്ടുകോഴിയാണ് ഗൈസ്, ലോക കാട്ടുകോഴി. ഇത് കണ്ടില്ലേ? നിന്റെ പിക്ക് അയക്കും. എടാ നിനക്ക് എന്തിനാടാ പിക്ക്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എന്നാത്തിനാ പിക്ക്? പിന്നെ യവനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ പോയപ്പോൾ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും, എടാ നീ ഇന്നലെ ഇട്ട വീഡിയോക്ക് 35 വ്യൂ ആണല്ലോ ഇവിടെ ഉള്ളത്, അതിൽ കൂടുതലും ഡിസ്ലൈക്ക് ആണല്ലോ എന്ന്. അത് അന്നത്തെ കാലത്ത്. പിന്നെ ആഫ്റ്റർ 3 years നൗ ഐ ഹാവ് 1.3 million സബ്സ്ക്രൈബേഴ്സ്. ഞാനിപ്പോൾ ഇവനിട്ട് എടുത്തിട്ട് അലക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാക്കി നോക്കാം. അറിയോന്ന് നോക്കാം, അല്ലെങ്കിൽ വേണ്ട. ഓ വേണ്ടാവേ. റുബി പറഞ്ഞു വേണ്ട, അറിയില്ല, ഉണ്ടാവില്ല, ഈങ്ങാപ്പയല്ലേ. ഞാൻ പറഞ്ഞു അതെ. റുബി പറഞ്ഞു അതെ, അറിയാൻ ചാൻസ് ഇല്ല. ഓ ഓക്കെ എന്നാ ഓൾ ദ ബെസ്റ്റ്. യവൻ അങ്ങ് പോയി. നെക്സ്റ്റ് യവൻ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോടാ, നമ്മളൊന്നും വിളിച്ചില്ലല്ലോ. ഞാൻ ആടാന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കളിക്കുമായിരുന്നു, യവനൊക്കെ ഒന്ന് എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കിട്ടി. നമുക്കെന്തായാലും നെക്സ്റ്റ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നെയിം എന്താ? റുബീന. ഹാ എന്ത് ചെയ്യുന്നു താത്ത? അതെ, എന്ത് ചെയ്യുന്നു? 3rd year നേഴ്സിംഗ് ആണ്. അതെയോ? യാ. നെക്സ്റ്റ് അസ്സലാമു അലൈക്കും. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. അതേ ഉള്ളൂ. നെക്സ്റ്റ് ഹായ് MBBS ആണോ പഠിക്കുന്നത്? അതെ. ഏത് ഇയർ ആണ്? 3. ഗവൺമെൻറ് കോളേജിലാണോ? അതെ. ഗവൺമെൻറ് എന്നല്ല, KMCT ഗവൺമെൻറ് അല്ല. എന്താണെന്നറിയില്ല, ഞാൻ ഒരുപാട് പൊട്ടത്തിനെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല. നെക്സ്റ്റ് എവിടെയാണ്? ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇത്താത്ത, ഞാനിപ്പോൾ നീറ്റ് കോച്ചിങ്ങിന് പോണുണ്ട്. എന്നിട്ട് അപ്പോൾ ഇത്താത്ത എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ ഒന്ന് അറിയാനാണ്. നെക്സ്റ്റ് 2 question mark വരാൻ തുടങ്ങി. നെക്സ്റ്റ് ഹലോ ഹായ് ഹലോ ഹെൽപ്പ് ചെയ്യോ? എടാ നീറ്റ് ഞാനിപ്പോൾ നീറ്റ് എക്സാം പോയിട്ട് നീറ്റായിട്ട് നടക്കാൻ പോലും അറിയത്തില്ല എനിക്ക്. പിന്നെ എങ്ങനെ ഞാനിത് പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതിൽ പ്ലിങ് ആയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇതാണ്. നെക്സ്റ്റ് ഇത് ഞാൻ പിന്നെ ഒരു ജെനിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഹായ് ഹൂ അത് പോട്ടെ. വേറെ ഒരുത്തൻ അഷ്കർ ബ്രോ ഉയിര്, എന്നിട്ടൊരു ലവ് ചിഹ്നം. അപ്പോൾ ബാക്കിയോ? ബാക്കി തൈരായിരിക്കും അല്ലേ. നെക്സ്റ്റ് ലവറാണോ? ബേസിക്കലി ഞാനൊരു ലവറാണ്. ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം. ചാരിത്രം പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. ഹായ് അഷ്കർ ടക്കി മിസ്സിസ് അല്ലേ? അടുത്തെന്താ ബൈക്കോ? ലൈക്ക് സയ്യോ ഇത്തോയ് പ്ലീസ് ഒരു ലൈക്ക്. കുടുങ്ങി ഇങ്ങനെ കുറേ എണ്ണം. അപ്പം നെക്സ്റ്റ് പിന്നെ ഒരുപാട് ആളുകൾ നിങ്ങളൊരു പിക്ക് വിടുവോ? എന്നിട്ട് അഷ്കർ ഇക്ക എന്താണ് പറയാതിരുന്നേ? നെക്സ്റ്റ് ഇതിപ്പോൾ നിൻ്റെ അക്കൗണ്ട് തന്നെ ആണോടാ അഷ്കറേ? അത് ഏതവനാടാ? അതെന്തുവാടാ? എനിക്ക് റിങ് ഇടാൻ പറ്റത്തില്ലടാ. ബയോയിൽ എനിക്ക് റിങ് ഇടാൻ പറ്റത്തില്ല. ഞാനിനിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ റിങ് ഇടുന്നില്ല, പോരെ. നെക്സ്റ്റ് നിങ്ങളൊരു പിക്ക് തരുമോ? ഇതെല്ലാവർക്കും പിക്കാണ് വേണ്ടത്. അങ്ങനെ ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് റുബി ഫാൻ ഗേൾ, ഒറിജിനൽ അക്കൗണ്ട് റുബി ഫാൻ ഗേളോ, അങ്ങനെ അതും വന്നു ഗൈസ് എൻ്റെ പ്രൊഫൈൽ. ഞാൻ ഈ പ്രൊഫൈൽ എന്നെ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്, അത് വേറെ കാര്യം. എന്നിട്ട് അത് വേറെ ഏതോ ഒരുത്തം കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് റുബി ഫാൻ ഗേള്. ഈ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് ഫാൻ ഗേളുകൾ വന്നിട്ടുണ്ട്. എൻ്റെ കുറേ കസിൻസിനും ഫാൻ അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേക്കിലുള്ള ഒരു ആൾ അതൊരു കാട്ടുകോഴിയാണെന്ന് അർത്ഥമായി. അത് ഗേളല്ല, അതൊരു ബോയിയാണ്, അതും ഉറപ്പായിട്ടുണ്ട്. നമുക്കെന്തായാലും നെക്സ്റ്റ് മെസ്സേജ് നോക്കാം. ഹായ് നമ്മൾ അഷ്കർ
ടെക്കിൻ്റെ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്നെ കൊണ്ട് വയ്യ. എത്ര ആളുകൾ ഉറക്കം കളഞ്ഞു എന്നറിയാം ഗൈസ്. തുരതുരാ കോളാണ്. ഒരുപാട് കസിൻസ് വിളിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എൻ്റെ ഒരുപാട് ആളുകൾ വിളിക്കുന്നു. അഷ്കർക്കാക്കൻ്റെ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ഓർച്ച് ഒരുപാട് കോളുകളും മെസ്സേജും വരുന്നുണ്ട്. കുറേ പെമ്പിള്ളേർ വ്യൂവേഴ്സായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അതൊക്കെ തിരിച്ചു വരികയായിരിക്കും, നോക്കട്ടെ. ഈ വീഡിയോ ഇടുന്നതോടുകൂടി തിരിച്ചു വന്നാൽ മതിയായിരുന്നു. പിന്നെ എന്തൊക്കെ നിങ്ങളെ വർത്താനം സുഖമല്ലേ? അതെ, വർത്താനം മലയാളമാണ്, സുഖമാണ്, ഫൈൻ. അപ്പം നെക്സ്റ്റ് അഷ്കറിക്കാൻ്റെ മൈൻ അല്ലേ? അഷ്കറിക്കാൻ്റെ മൈനാണ്. ഈ മൈൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമും പിന്നെ ബയോയിൽ റിങ്ങിടലൊക്കെ കൂടി വന്നതോട് കൂടിയാണ് ഈ മൈൻ എന്നുള്ള സംഭവം, ഈ ഒരു വേർഡ് പൊന്തി വന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മൈൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഞാൻ ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്തപ്പോഴാണ് അവിടേക്ക് കുറേ ആളുകൾ പോയിട്ട് കുറേ മെസ്സേജ് വന്നു, കുറേ ആയിരക്കണക്കിന് മെസ്സേജ് വന്നു കേട്ടോ. ഫോളോവേഴ്സിനേക്കാളും കൂടുതൽ മെസ്സേജ് വന്നു, പക്ഷേ എല്ലാം കൂടെ നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നെക്സ്റ്റ് അഷ്കർ അഡിക്റ്റഡ് ഗേൾ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് ചേച്ചി. ചേച്ചിയല്ല ചേട്ടനാണ്. താങ്ക് യു. ഫുഡ് കഴിച്ചോ? ചേച്ചി എന്താ പഠിക്കുന്നത്? നേഴ്സിംഗ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എക്സ്ക്യൂസ് മീ, എനിക്ക് ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു പിക്ക് അയക്കുമോ? പറ്റുമെങ്കിൽ മതിട്ടോ. ഹലോ. നോ പറഞ്ഞു ഞാൻ, അയക്കാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ഇളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കിട്ടിയാൽ പണി പാടൂല്ലേ. നെക്സ്റ്റ് ഹലോ ഹായ്, നെയിം എന്താ? കണ്ണ് തുറന്ന് നോക്കാം അങ്ങോട്ട്. അപ്പം നെക്സ്റ്റ് ഹലോ, KMCT പഠിക്കുന്നത്? അതെ. അഷ്കർ ടെക്കിൻ്റെ ലവറാണല്ലേ? ഞാൻ കോഴിക്കോടാണ്, കുന്നമംഗലം. ഇതെല്ലാം ഈ ഏരിയ തന്നെ ആണല്ലോ. മുക്കത്ത് ആയിരുന്നു പഠിച്ചേ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ മുക്കത്തായിരുന്നു പഠിച്ചേ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ, റിയലി അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ KMCT ആ ഏരിയ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേരിട്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്. ഇതൊക്കെയാണ് സംഭവം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നൊന്നുമില്ല. ഐ ആം ഓൺലി കുറച്ച് വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.